ഹലോ ഗായ്സ്, ഇപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു യാത്രാ വ്ളോഗുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. നമ്മളിന്ന് അരീക്കോട് അടുത്തുള്ള മുറിഞ്ഞമാട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ മുറിഞ്ഞമാടിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഞാൻ പിന്നെ സിയാബാണ് ഡ്രൈവറായിട്ടുള്ളത്. നമ്മുടെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള വ്യൂ ഉണ്ടോ? നോക്കി, അടിപൊളിയല്ലേ? സെറ്റല്ലേ? നമ്മളെ പൈനാപ്പിൾ തോട്ടാണ്. നമ്മളതല്ല, മൈലാൻഡിൻ്റെ ആണ്. ഏതോ മൈലാൻഡിൻ്റെ ആണ്. അപ്പോൾ അവിടെ കച്ചവടം നടക്കുന്നുണ്ട്. കുറേ പൈനാപ്പിൾ വെട്ടണൊക്കെ ഉണ്ട്. ഇത് ഞങ്ങൾ മറ്റേ ഇവിടുത്തെ കക്കാടംപൊയിൽ റൂട്ടാണിത്. പണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഏരിയ ഒക്കെ. അപ്പോൾ പൈനാപ്പിളൊക്കെ വെട്ടി പോയിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ രണ്ടാമത്തെ ഘട്ടമാണ് തോന്നുന്നത് വെട്ടാനുള്ളത്. ഇതിപ്പോൾ നോമ്പിനൊക്കെ അടുപ്പിച്ച്, റമദാനൊക്കെ അടുപ്പിച്ച് വെട്ടാനുള്ള പ്ലാനിലായിരിക്കും. കുറേയൊക്കെ മൂടി വെച്ചിട്ടുണ്ട്. എന്തായാലും ഇതൊരു അടിപൊളി കാഴ്ചയാണ്. എന്തായാലും സെറ്റ് ഒരു കാഴ്ചയാണ് മറ്റേ നമ്മുടെ പൈനാപ്പിൾ തോട്ടം കാണാൻ. ഇത് വണ്ടമാൻ ഏരിയ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്ന തോട്ടം. നല്ല കച്ചവടം നടക്കുന്ന ഒരു ഏരിയയാണിത്. ഇവിടെ നിന്ന് തന്നെ പറിച്ചിട്ട് അതെ, ഇതിൻ്റെ ഇടയിൽ റബ്ബർ ഉണ്ട് കേട്ടോ. അത് റബ്ബർ വെച്ചിക്കണ്. അതിൻ്റെ ഇടവിലായിട്ടാണിത് പൈനാപ്പിൾ തോട്ടം. അപ്പോൾ നമ്മൾ യാത്ര അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. യാത്ര തുടരുന്നു. അപ്പോൾ ഗായ്സ്, നമ്മൾ മുറിഞ്ഞമാട് എത്തിയിട്ടുണ്ട്. മുറിഞ്ഞമാട് ഇത് അതിൻ്റെ ഇറങ്ങുന്ന ഏരിയ ആണ് കേട്ടോ. പിന്നിൽ സിയാബുണ്ട്. ഇതാണ് ആയിക്കൂടെ വൈകിയതാണ്. നമ്മൾ കുറച്ചൊന്നും ഇങ്ങോട്ട് കയറിയെന്നുള്ളൂ. ഏത് ഒരു കാര്യം, പൊയ്ക്കോ നോക്കണ്ട, പൊയ്ക്കോ പൊയ്ക്കോ നടന്ന് 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 പോയെന്ന് വെള്ളം കേട്ടോ. വെള്ളം ഭയങ്കര മോശമാണ്. എന്തൊക്കെ സംഭവങ്ങളുണ്ട് വെള്ളത്തിലൊരു വെള്ളം വളരെ മോശമായിട്ടാണ് കാണുന്നത് കേട്ടോ. എന്താ അറിയില്ല. മലിനീകരണം നല്ലോണം നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഏതായാലും
ഇങ്ങനെ നടക്കാം ഗൈസ്, ഇങ്ങനെ നടക്കാം കാട്ടിലൂടെ, ഈ പുൽത്തകിടിയിലൂടെ. അറിയില്ല, ഇതൊന്നും ചെയ്തിട്ടുണ്ട്. കുളക്കോയ്യോ? പ്രത്യേക തരം കിട്ടുണ്ടോ? സൂം ചെയ്യടാ, ഞാൻ എടുത്ത് കിട്ടും. എൻ്റെ ഫോണിൽ അതിലേറെ സൂമാവല്ലോ. ഇത് കണ്ട സൂമിങ് ക്യാമറ എന്താ ഇരിക്കാൻ. ഇപ്പോൾ ഗായ്സ് അടിപൊളിയാണ്, വൈബാക്കാം. വൈകുന്നേരം വന്ന് നിങ്ങൾ വൈബാക്കിക്കോളിട്ടോ. വൈബാക്കാൻ പറ്റിയൊരു സ്ഥലം അത് മുറിഞ്ഞമാട്. അപ്പോൾ സെറ്റാണ്. ഈ കാണുന്ന ഏരിയ ഒക്കെ അതിൻ്റെ ഭാഗമാണ് കേട്ടോ. കണ്ടോ? യെസ്. അപ്പോൾ ഗായ്സ്, അപ്പോൾ നമ്മൾ കുറച്ച് കടല വാങ്ങിയിട്ടുണ്ട്. കടല, പട്ടാണി കടല. സൂര്യനാണ് ഗായ്സ് താരം. സൂര്യൻ കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് നേരം കൂടി ഉള്ളു അസ്തമിക്കാനായിട്ട്. താരാപോരം പരന്നു കിടക്കുന്ന പുൽമേടാണ് ഗൈസ്, അങ്ങനെ പറയും. ഒരു അതേതങ്ങാടി ശിവ കപ്പിൾസാ. നമ്മൾ അങ്ങോട്ട് പോകണ ശരിയല്ല ഗായ്സ്. നോക്കൂ ഗായ്സ്, നോക്കൂ. ഇതിൻ്റെ ആ പോയിൻ്റെ അപ്പുറത്തെ ഒരു അങ്ങാടിയാണ് കേട്ടോ. അപ്പുറം ഭാഗം ഒരു അങ്ങാടിയാണ്. വെള്ളം അടിപൊളി കാഴ്ചകളാണ്, നിങ്ങൾ കാണുന്നുണ്ടാവും. ഇതിങ്ങനെ ഒരു ഏരിയ മുറിഞ്ഞമാട് ഒരു ദ്വീപ് പോലെ. ഓക്കെ ഗൈസ്, അവിടെ നിന്നാണ് ആ പുഴ തുടങ്ങുക, പുഴൻ്റെ ഭാഗം കേട്ടോ. അവിടെ നമ്മൾ അവിടെ നിന്നാണ് വന്ന്, അവിടെ നിന്ന് ഇങ്ങനെ പുഴ വന്നിട്ട് അതായത് ഒക്കെ പുഴൻ്റെ ഏരിയ ആണ് കേട്ടോ. അതിങ്ങനെ പുഴ കാണണ്ടല്ലോ. സോ അങ്ങനെ വന്ന് ഇത് പിന്നെ ഇതിൻ്റെ റൂട്ട് ഇത് എങ്ങനെയാണ് കേട്ടോ പോകുന്നത്. ഇങ്ങനെ അതാ വീണ്ടും അതാ ഭാഗത്തേക്ക് അവിടെ നിങ്ങൾക്ക് ബോട്ടൊക്കെ കാണാൻ പറ്റുന്നില്ലേ, അതാ അതങ്ങനെ പോവാണ് കേട്ടോ. ഒരു വട്ടത്തിൽ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഒഴുകുന്നുണ്ട് കേട്ടോ. ഏതായാലും കൊള്ളാം ഗൈസ്, നല്ല കാഴ്ചയാണ്. വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരുന്ന് കടലൊക്കെ തിന്ന് സൊറൊക്കെ പറഞ്ഞ് ഒരു ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കാൻ പറ്റിയൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. യെസ്, അടിപൊളി സ്ഥലം. എന്താ ചെയ്യാൻ പറയാനുള്ളത്? സെറ്റ്, അടിപൊളി.
ഇവിടെ തൊഴിലിനടുത്ത് ചുഴി പോലെ ടൈം നോക്കൂലേ യോ അയ്യോ